മന്ത്രിയേക്കാൾ കൂടുതൽ ആൾക്കാർ ആവേശത്തോടെ സ്വീകരിച്ചു എന്ന് തോന്നുന്നു. അതൊരു UDFിൻ്റെ MLA എന്ന നിലയിൽ എനിക്ക് നേരത്തെയും ഈ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ജയിച്ച് വന്നപ്പോൾ വിശേഷിച്ച് 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം, ആ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചു ഒരു പുതുയുഗ പിറവി കേരളക്കരയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇത്രയേറെ ആവേശവും വികാരവും ഞങ്ങളെയൊക്കെ സ്വീകരിക്കാൻ ഈ നമ്മുടെ UDFിൻ്റെ പ്രവർത്തകന്മാർ കാണിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. ആ ദൗത്യം പൂർത്തീകരിച്ചു. മന്ത്രിയാക്കാൻ വേണ്ടി എന്നെ മത്സരിപ്പിച്ചിട്ടില്ല. കോഴിക്കോട് ആഗ്രഹിച്ചിരുന്നു. കോഴിക്കോട്ടുകാരുടെ ആഗ്രഹവും പാറക്കൽ അബ്ദുള്ളയും തമ്മിൽ വ്യത്യാസമുണ്ട്. കോഴിക്കോട് 12 ആളുകൾ ജയിച്ചു വന്ന UDFിൻ്റെ സ്വാഭാവികമായും ജനങ്ങൾക്കത് പ്രതീക്ഷിക്കാം. പക്ഷേ അതൊക്കെ തീരുമാനിക്കുന്നത് മുന്നണി ലീഡർഷിപ്പും പാർട്ടി ലീഡർഷിപ്പും. 2.5 വർഷം നൽകാമെന്ന് തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിച്ചു, ജയിച്ചു. ഇനിയിപ്പോൾ തങ്ങൾ പാർട്ടി എന്താണോ പറയുന്നത്, തങ്ങൾ എന്താണോ പറയുന്നത്, അത് ഞാൻ അനുസരിക്കും. മന്ത്രിയാകാതിൽ പരിഭവമൊന്നുമില്ല. ഒരു പരിഭവമില്ല. അതിലൊന്നും ഒരു പരിഭവവും നിരാശയൊന്നുമില്ല. വലിയ ആവേശകരമായ സ്വീകരണമാണ് പാറക്കൽ നൽകിയത്. 2.5 വർഷം മന്ത്രിയാകാനുള്ള അവസരം എന്തായാലും പ്രതീക്ഷ നൽകുന്നതാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ജിജീഷ് KC-ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.